ശ്രീലേഖയെ വീട്ടിലെത്തി സന്ദർശിച്ച് തിരുവനന്തപുരം മേയർ വി രാജേഷ്. മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അതൃപ്തിക്കിടെയാണ് സന്ദർശനം. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ആ ചടങ്ങ് പൂർത്തീകരിക്കാൻ ശ്രീലേഖ അവിടെ നിന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ കൂടിക്കാഴ്ച? വി രാജേഷ് ഈ സന്ദർശനത്തിന് ശേഷം വ്യക്തമാക്കിയത് പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരെയും നേരിൽ കാണുന്നുണ്ട്, അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ശ്രീലേഖയുടെ വീട്ടിലുമെത്തി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ ഡോക്ടർ സേതുനാഥിനെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനാണ് അദ്ദേഹത്തെ കണ്ട് പിന്തുണ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ കാര്യം പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ശ്രീലേഖയെ സന്ദർശിച്ചതെന്നാണ് വി രാജേഷ് വ്യക്തമാക്കിയത്. പക്ഷേ നേരത്തെ രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മേയർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിന് തൊട്ട് പിന്നാലെ തന്നെ ശ്രീലേഖ അവിടെ നിന്നും കൗൺസിൽ ഹാളിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു. വാർഡിലെ ചില പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് പോകുന്നതെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ശ്രീലേഖയോട് അടുത്തു നിൽക്കുന്ന ആൾക്കാർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിനുശേഷം മടങ്ങി എത്തിയിരുന്നു. ഡെപ്യൂട്ടി മേയറായി ചുമതലയേൽക്കുന്ന ചടങ്ങും അതും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശ്രീലേഖ പെട്ടെന്ന് മടങ്ങി. അതൃപ്തി എന്തായാലും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതൃപ്തി ഇല്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ അതൃപ്തി കൂടുതൽ BJPക്കുള്ളിൽ തന്നെ പ്രകടമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്.